ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത്. നീലിമയാണെന്നുണ്ടെങ്കിൽ വക്കീലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ വക്കീലെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്താനായിട്ട് നിങ്ങളൊരു വഴി പറഞ്ഞതാ. ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയില്ല മാഡം. മാഡം തന്നെ എല്ലാ കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. കാനഡയിൽ ബിസിനസ് ആണെന്നും ഇവിടെ പ്രോപ്പർട്ടി വാങ്ങാൻ വന്നതാണെന്നൊക്കെ. അതുകൊണ്ട് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ആ പയ്യനെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു പറ്റിക്കായിരുന്നു. പക്ഷേ അവൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ആ കൊച്ചു ബുദ്ധിയുള്ളതാണ്. ഇനി എന്ത് പറഞ്ഞാലും അവിടെ ഏൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് കുറച്ച് പൈസയെങ്കിലും തിരിച്ചു കൊടുത്ത് ഇത് സെറ്റിലാക്കി പോകുന്നതായിരിക്കും മാഡത്തിന് നല്ലത്. ഈ കേസ് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മേഡത്തിൻ്റെ പാസ്പോർട്ട് ലോക്കാവും. പിന്നെ കാനഡയിലേക്ക് പോകാനേ പറ്റത്തില്ല. മേഡം തെറ്റുകാരിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ കാനഡയിലേക്കായിരിക്കില്ല, ജയിലിലേക്കായിരിക്കും പോവേണ്ടത്. അതുകൊണ്ട് കുറച്ച് പൈസയെങ്കിലും കൊടുത്ത് ഇത് സെറ്റിലാക്കിയിട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറയാണ്. അപ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, എങ്കിൽ ശരി ഞാൻ കൊടുക്കാമെന്ന് പറയുകയാണേ. അങ്ങനെ വക്കീൽ നേരെ അകത്തേക്ക് വന്ന് എസ് ഐ എടുത്ത് പറയുന്നുണ്ട്, മേഡം പൈസ കൊടുക്കാമെന്ന് സമ്മതിച്ചു, കുറച്ച് സമയം വേണമെന്ന് പറയാം. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇനി സമയമൊന്നും ഇവൾക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല, എനിക്ക് ഇപ്പോൾ തന്നെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ പോലീസും പറയുന്നുണ്ട്, അതെ ഇവിടെ വെച്ച് തന്നെ ഇത് ചെയ്ത് തീർത്തിട്ട് പോവുക, അതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറയുകയാണ്. അങ്ങനെ പോലീസ് തന്നെ പറയുന്നുണ്ട്, അതിൻ്റെ ഫയൽസും കാര്യങ്ങളും എല്ലാം എടുത്ത് എല്ലാ പ്രൊസീജിയേഴ്സും ഇപ്പോൾ തന്നെ ചെയ്ത് തീർക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫയലിൽ ഒപ്പിടാനൊക്കെ എസ് ഐ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഒപ്പിടാൻ വരട്ടെ, ആദ്യം കാശ് ട്രാൻസ്ഫർ ചെയ്യുക അക്കൗണ്ടിലേക്ക്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒപ്പിട്ട് തരാമെന്ന് പറയുകയാണ്. അങ്ങനെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നീലിമയ്ക്ക് കൊടുക്കുന്നുണ്ട്. നീലിമ അപ്പോൾ തന്നെ ആ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാഷ് വന്നപ്പോഴത്തേക്ക് ശ്രുതിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഫയലിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നീലിമ എന്ത് ചെയ്യുന്നുണ്ട്, ഫയലിൽ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം രണ്ടുപേരുടെ സൈഡിൽ നിന്ന് ഒരു സാക്ഷി വേണം. അപ്പം ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ശ്രുതി സൈൻ ചെയ്ത് കൊടുത്തു, നീലിമയ്ക്കാണെന്നുണ്ടെങ്കിലോ സൈൻ ചെയ്ത് കൊടുക്കാൻ ആരുമില്ല. അങ്ങനെ ആ പോലീസുകാരൻ എന്ത് ചെയ്യുന്നുണ്ട്, നീലിമയും കൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ സൈൻ ചെയ്ത് മേടിക്കാനായിട്ട്. ഈ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സച്ചി രേവതി പുറത്തേക്കുന്നു. അങ്ങനെ സച്ചി നീലിമേനെ കാണുമ്പോഴത്തേക്ക്, അയ്യോ മേഡം മേഡം എന്താ ഇവിടെ? അത് സച്ചി, ഒരു കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, എടാ നീ ഇതിനകത്തൊന്ന് സൈൻ ചെയ്ത് കൊടുക്കും, ഒരു സാക്ഷിയുടെ ആവശ്യമുണ്ട്. അയ്യോ ഞാനോ, ഞാൻ എങ്ങനെയാണ് മേഡം ഇതിനകത്ത് സൈൻ ചെയ്യുന്നത്? എന്താ പ്രശ്നമൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ. പിന്നീട് അതെനിക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നാലോ? ഇല്ലടാ, അങ്ങനെ പ്രശ്നമൊന്നും നിനക്ക് വരത്തില്ല. ഈ കേസ് ഇവിടെ ഒതുക്കി തീർത്തതാണ്, ഒരു കൊടുക്കൽ വാങ്ങൽ പ്രശ്നമായിരുന്നു. ഇനിയിപ്പോൾ അതിനകത്ത് ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, നീ ഒന്ന് സൈൻ ചെയ്ത് കൊടുത്താൽ മതി, ഇനി പ്രശ്നങ്ങളൊന്നും നിനക്ക് വരാൻ പോകുന്നില്ല എന്ന് ആ പോലീസുകാരൻ പറയുന്നുണ്ട്. അപ്പോൾ നീലിമയും പറയുന്നുണ്ട്, സച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഇതിവിടെ തീർത്തിട്ട് വേണം എനിക്ക് നാളെ കാനഡയ്ക്ക് പോകാനായിട്ട്. സച്ചി അത് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, ഈ കേസ് എന്തായാലും തീരാറായടാ, ഇനി അടുത്ത് നിന്നെ ആയിരിക്കും വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ കേസെല്ലാം ഒത്തുതീർപ്പാവുന്നുണ്ട്. അപ്പോൾ ഈ നീലിമയാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ശ്രുതിയെടുത്തും പറയുന്നുണ്ട്, എന്നെ പറ്റിച്ച് നിങ്ങൾ കാശ് വാങ്ങിച്ചിട്ടുണ്ടല്ലേ, ഈ കാശ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലേ ഒന്നും ആവാൻ പോകുന്നില്ല, ഇതിനെല്ലാം ഞാൻ ഒരു ദിവസം പകരം ചോദിക്കുമെന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നീ എന്താ ശപിക്കുവാണോ? നീ ശപിച്ചു കഴിഞ്ഞാലേ ഞാൻ കേൾക്കാനൊന്നും പോകുന്നില്ല, പിന്നെ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ പോയി ചെയ്യടി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പോവുകയാണ്. പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാഫിക് എസ് ഐ വരുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി രേവതിയും കൂടി അകത്തേക്ക് കയറി പോയിട്ട് സാറിൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം സച്ചി പറയുന്നുണ്ട്, സാർ ഇവക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, അറിയാതെ പറ്റിയതല്ലേ സാർ, ഇത് ഞങ്ങൾ ഫൈൻ അടച്ചിട്ട് വണ്ടി എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതെ സാർ, ഞാനിനി നടന്നു പോലും നോ പാർക്കിംഗ് ഏരിയയിൽ പോയി നിൽക്കത്തില്ല, ഇനി ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല സാർ, ദയവേത് എൻ്റെ വണ്ടി വിട്ട് തരണം എന്നൊക്കെ പറയാം. അപ്പം എസ് ഐ സാർ പറയുന്നുണ്ട്, ശരി ശരി, ഇനി ഇതൊന്നും ആവർത്തിക്കരുത് കേട്ടോ, നിങ്ങൾ ഫൈൻ അടച്ചിട്ട് വണ്ടി എടുത്തിട്ട് പൊക്കോളാനായിട്ട് പറയണം. അങ്ങനെ 500 രൂപ ഫൈൻ അടച്ചിട്ട് നമ്മളുടെ സച്ചിൻ രേവതിയും കൂടി ഭയങ്കര സന്തോഷത്തോടെ വണ്ടി എടുത്തിട്ട് പോവുകയാണ്. പക്ഷെ സച്ചിൻ രേവതിയും ശ്രുതിയും ഒന്നും നേരിൽ കാണുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നിൻ്റെ ബുദ്ധിയാണ് കേട്ടോ ഇതിനെല്ലാം കാരണം, അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ പൈസയൊക്കെ തിരിച്ച് കിട്ടിയത്, ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും നിനക്ക് തന്നെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി വേണം എനിക്ക് വീട്ടിൽ പോയിട്ട് ആ സച്ചിയോട് 4 വർത്തമാനം പറയാനായിട്ട്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ എന്തൊക്കെയായിരുന്നു പറയുന്നത്, ഈ പൈസയും കൊണ്ടുപോയി അച്ഛനെ തിരിച്ചു കൊടുത്തിട്ട് വേണം ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഈ പൈസ ഇപ്പം കൊണ്ടുപോയിട്ട് അങ്കിളിൻ്റെ കയ്യിൽ കൊടുത്താലുണ്ടല്ലോ 3 പേർ കൂടെ അങ്കിൾ അത് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പം സച്ചി പറയും അങ്കിളിന് ഒരു വിഹിതം വേണമെന്നുള്ളത്. അന്നേരം പിന്നെ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ നിൻ്റെ കയ്യിൽ എവിടുന്ന കാശ്, നിനക്ക് കാനഡയ്ക്ക് പോകണ്ടേ, ആദ്യം ആ പൈസ കൊണ്ടുപോയി നമുക്ക് ഏജൻസിയിൽ അടയ്ക്കാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയാണ്. അത് ശരിയാണ്, നമുക്കാദ്യം ഏജൻസിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ ഏജൻസിയിലേക്ക് പോകുന്നുണ്ട്. ഏജൻസിയിലേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് ഏജൻസിയിലുള്ള ആൾക്കാർ പറയുന്നുണ്ടേ, അയ്യോ സർ, ഒരു ഓഫർ ഉണ്ടായിരുന്നു, നിങ്ങളെ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തില്ലേ, പക്ഷെ നിങ്ങൾ ഇത്രയും നാൾ കാശടയ്ക്കാത്തത് കൊണ്ട് നിങ്ങളെക്കാളും ക്വാളിഫിക്കേഷനുള്ള ഒരാൾ വന്നപ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു ഓഫർ കൊടുത്തു, അവരുടെ കാര്യങ്ങളെല്ലാം ആ രീതിയിൽ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ്.
ഇനിയിപ്പോൾ 30 വയസ്സിൽ കൂടുതലുള്ളവരെ ഒന്നും കാനഡയിലേക്ക് ഓഫർ ഇല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മെയിൽ അയക്കാമെന്നൊക്കെ ആ ഏജൻസിയിലുള്ള ആൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിക്കൊക്കെ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആ ഓഫറും പോയല്ലോ. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, നീ എന്തിനാ വിഷമിക്കുന്നത്, ഇപ്പോൾ കാനഡയിൽ പോയില്ലെങ്കിൽ എന്താ, നമ്മുടെ കയ്യിൽ പണമില്ലേ, ആ പണം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ഇവിടെ തുടങ്ങാം. ഈ പണം വെച്ചിട്ട് എങ്ങനെയാണ് ശ്രുതി ഇവിടെ ബിസിനസ് തുടങ്ങുന്നത്, ഈ പണം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. ശരി, പക്ഷേ ഈ പണം ഇപ്പം വീട്ടിലേക്ക് കൊണ്ടുപോകണമല്ലോ, വീട്ടിലുള്ളവരോട് ഇപ്പം എന്ത് പറയുക. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, അതെ, അവരോടിപ്പം നീലിമയാണ് കാശ് തന്ന കാര്യമൊന്നും പറയണ്ട, ഈ പൈസ എൻ്റെ അച്ഛൻ അയച്ചു തന്നെയാന്ന് പറയാം. അതിന് നിൻ്റെ അച്ഛൻ ജയിലിലല്ലേ, അതൊക്കെ ഞാൻ പറഞ്ഞോളാം ശ്രുതി, അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് പണം വന്നതാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അവർ വിശ്വസിക്കുന്ന രീതിയിൽ പറഞ്ഞോളാം, നീ ഒന്നും മിണ്ടാതെ അങ്ങ് ഇരുന്നാൽ മതി, ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരാനായിട്ടിരിക്കുന്നത്.